ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇനി അവിടെ കാണിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നാടൻ കോഴി മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 സബോള, മീഡിയം സൈസ് സബോളയാണ് എടുത്തിട്ടുള്ളത്. അത് നൈസായി അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂടി വെച്ച് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള കുറച്ച് മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ. ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്ര ഇഞ്ചിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട്. 4 പച്ചമുളക്, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് എടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അത് കുറച്ച് എരിവുള്ള കാശ്മീരി ചില്ലിയാണ്. അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നല്ല പോലെ തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഏകദേശമൊക്കെ വേവായി വന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സബോള ഒന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ആ മിക്സഡ് ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ സബോളയും ആ മസാലയും കൂടി നല്ല പോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കിലോ വരുന്ന ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പുളിപ്പ് രസത്തിനാണ് 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പാലിലും ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടാവുമല്ലോ, അതും കൂടിയിട്ട് വേണം ഈ ഒരു ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. അപ്പോൾ ആ പാലൊക്കെ പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ചിക്കൻ വേവാനുള്ള വെള്ളം അതിലുണ്ടാവില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട്. ഉപ്പ് പോരാ തോന്നിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക്. ഇത് നല്ല പോലെ തന്നെ വേവായി വരുമ്പോഴാണ് നമ്മൾ തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാലാണ് നമുക്കിത് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അത് മറക്കരുത്. മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളിത് കുക്കറിലല്ല വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ 2 വിസിലടിച്ച് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തേങ്ങാപ്പാലിലും ഈ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിലും വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യത്തെ തേങ്ങാപ്പാലൊന്ന് വറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിപ്പാലാണ് കേട്ടോ. 1 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം 1/2 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരണം. തേങ്ങാപ്പാൽ നന്നായി തിളച്ചിട്ട് അതിൽ നിന്നൊരു എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് 1ാം പാൽ 2ാം പാലൊക്കെ എടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. കുറച്ച് വെള്ളത്തിൽ മാത്രം ആദ്യം വേവിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ടൈമിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ചെയ്യുമ്പോഴും ടേസ്റ്റ് തന്നെയാണ് കേട്ടത്. അപ്പോൾ വളരെ ടേസ്റ്റുള്ളൊരു കോഴി മസാലയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് അതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ തക്കാളി ഒന്നും ആഡ് ചെയ്യാത്തൊരു കോഴി മസാലയുടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിച്ചത്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുമ്പോൾ അതിൽ ഹൈപ്പ് ദിസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്